ലൈംഗികാരോപണങ്ങളിൽപ്പെട്ട് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കോൺഗ്രസിന്റെ പ്രാഥമികാംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് കോൺഗ്രസ് രാഹുലിനെ സംരക്ഷിക്കില്ല എന്ന സൂചന നൽകിയത്. ആദ്യം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ച കോൺഗ്രസ് പിന്നാലെ രാഹുലിനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. രാഹുലിനെതിരെ കടുത്ത നടപടി വേണമെന്ന പാർട്ടിയിലെ ഏകാഭിപ്രായം കണക്കിലെടുത്താണ് പ്രാഥമികാംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. ആദ്യം രാഹുലിന്റെ MLA സ്ഥാനത്ത് നിന്നുള്ള രാജി പാർട്ടി ആവശ്യപ്പെടുമെന്നായിരുന്നു ഊഹാപോഹങ്ങൾ. എന്നാൽ അത് ചെയ്യാതെ പാർട്ടിക്ക് വേണ്ടാത്ത MLA എന്ന നിലയിൽ സസ്പെൻഡ് ചെയ്ത് മുഖം രക്ഷിക്കാനുള്ള ശ്രമമാണോ എന്ന് ചോദിക്കുന്ന വിമർശകർക്കും മറുപടിയുണ്ട്. രാഹുലിനെതിരായ ആരോപണം വിശദമായി പരിശോധിക്കുകയും രാഹുലിൽ നിന്ന് വിശദീകരണം തേടി വിശദീകരണം തൃപ്തികരമല്ല എന്ന് കണ്ടെത്തിയാൽ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കാനുമാണ് നീക്കം. പാർട്ടി എടുക്കേണ്ട നടപടികളുടെ പ്രാഥമിക ഘട്ടം എന്ന നിലയിലാണ് ഇപ്പോൾ സംഭവിച്ചത്. പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയ ശേഷം പാർട്ടി പ്രാഥമികാംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഇതോടെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ നിന്നും രാഹുലിന് സസ്പെൻഷൻ ലഭിക്കും. അങ്ങനെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടുന്നതോടെ പാർട്ടിക്കാരനല്ലാത്ത സ്വതന്ത്ര MLA ആകുകയാണ് രാഹുൽ. ഇതോടെ നിയമസഭാ സമ്മേളനങ്ങളിൽ രാഹുൽ നിയമസഭയ്ക്കുള്ളിൽ പ്രത്യേക ബ്ലോക്കായി ഇരിക്കേണ്ടി വരും. പ്രതിപക്ഷ നിരയിൽ ഇനി മുതൽ രാഹുലിന് ഇരിപ്പിടമുണ്ടാകില്ല. അങ്ങനെ പ്രതിപക്ഷ നിരയിലല്ലാതെ പ്രത്യേക ബ്ലോക്കായി ഇരിക്കാൻ രാഹുൽ തയ്യാറാകുമോ എന്നും കണ്ടറിയണം. അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ 15 മുതൽ ആരംഭിക്കാനിരിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാതെ രാഹുൽ അവധിയിൽ പ്രവേശിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. കടുത്ത പ്രതിരോധത്തിലായ കോൺഗ്രസിന് തൽക്കാലത്തേക്കെങ്കിലും ഈ സസ്പെൻഷൻ മുഖം രക്ഷിക്കാൻ ഉതകും. അതേസമയം BJPക്ക് സ്വാധീനമുള്ള പാലക്കാട്ടെ MLA ആണ് രാഹുൽ എന്നതിനാൽ കേന്ദ്രം തിരക്കിട്ട ഉപതെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് നീങ്ങാനുള്ള സാധ്യത നേതൃത്വം വിശകലനം ചെയ്തിരുന്നു. ഒഴിവു വന്നാൽ 6 മാസത്തിനകം തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് ചട്ടമെങ്കിലും നിയമസഭയ്ക്ക് 1 വർഷമെങ്കിലും കാലാവധി ബാക്കി ഉണ്ടാവണമെന്ന നിബന്ധനയുമുണ്ട്. ഈ നിയമസഭയുടെ കാലാവധി കഴിയുന്നത് മെയ് 23-നാണ്. അതിനാൽ ഉപതെരഞ്ഞെടുപ്പിന് സാധ്യതയില്ല എന്നാണ് വിദഗ്ധാഭിപ്രായം. പക്ഷേ ഹരിയാനയിലെ കർണാൽ ഉപതെരഞ്ഞെടുപ്പ് കേസിൽ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ വിധി ഇതിന് വിരുദ്ധമായിരുന്നു. പ്രത്യേക സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് 1 വർഷമാണെങ്കിലും ഉപതെരഞ്ഞെടുപ്പ് നടത്താമെന്നാണ് ഈ കേസിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും വാദം. ഈ വിധി സുപ്രീം കോടതി ഇടക്കാല ഉത്തരവിലൂടെ സ്റ്റേ ചെയ്തുവെങ്കിലും ഉപതെരഞ്ഞെടുപ്പ് നടത്താനുള്ള കമ്മീഷന്റെ അധികാരത്തെ ചോദ്യം ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിലെ സ്വാധീനം ഉപയോഗിച്ച് പാലക്കാട് BJP ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ ശ്രമിക്കുമെന്ന് കോൺഗ്രസിന് നന്നായി അറിയാം. ഇതൊഴിവാക്കാൻ കൂടിയാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ തന്ത്രപരമായ നീക്കം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയാൽ CPIയിലെ വാഴൂർ സോമൻ അന്തരിച്ചതുമൂലം ഒഴിവുവന്ന പീരുമേട്ടും ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരും. ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് തൽക്കാലം വിവാദത്തിന് അയവ് വരുത്തിയത്. യുവനടി റിനി ആൻ ജോർജ്, ട്രാൻസ്ജെൻഡർ അവന്തിക എന്നിവരുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ പലവിധ കോണുകളിൽ നിന്ന് രാഹുലിന് നേർക്ക് ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇതോടെ രാഹുൽ മാങ്കൂട്ടവും ആകെ പ്രതിരോധത്തിലായി. ഇതേ തുടർന്നാണ് അടിയന്തരമായി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ആദ്യം തന്നെ രാഹുലിനെ പാർട്ടി രാജിവെപ്പിച്ചത്. ഇതിന് പിന്നാലെ രാഹുൽ MLA സ്ഥാനം കൂടി രാജിവെക്കുന്നതാണ് ഉചിതമെന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ അഭിപ്രായമുയർന്നു. മുതിർന്ന നേതാക്കളടക്കം കൈവിട്ട രാഹുലിനെതിരെ ഉമാ തോമസ് MLA അടക്കമുള്ള വനിതാ നേതാക്കളും രാജി ആവശ്യവുമായി രംഗത്തെത്തിയതോടെ പാർട്ടിക്കുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റപ്പെടുന്ന സ്ഥിതിയുണ്ടായി. ഷാഫി പറമ്പിൽ മാത്രമായിരുന്നു പാർട്ടിക്കുള്ളിൽ രാഹുലിന് രാഷ്ട്രീയ സംരക്ഷണം ഒരുക്കിയ ഏക വ്യക്തി. എന്നിട്ടും ഗ്രൂപ്പ് ഭേദമന്യേ പോലും രാഹുലിനെതിരെ നടപടി എന്ന ഏകാഭിപ്രായം വന്നതോടെയാണ് തൽക്കാലം 6 മാസത്തേക്ക് പാർട്ടിയിൽ നിന്ന് പുറത്തു നിൽക്കട്ടെ എന്ന് പാർട്ടി തീരുമാനിച്ചത്. പല ഉൾക്കാഴ്ചകളും കണ്ടുകൊണ്ടാണ് കോൺഗ്രസ് രാഹുലിനെതിരായ നടപടി തൽക്കാലം സസ്പെൻഷനിലാക്കിയത്. ഈ സമയത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പിനെ പാലക്കാട്ട് നേരിടുന്നത് പാർട്ടിയെ ഏത് രീതിയിൽ ബാധിക്കുമെന്ന് കോൺഗ്രസിന് നല്ല രീതിയിൽ ആശങ്കയുണ്ട്. പ്രത്യേകിച്ച് BJPയും CPMും ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കുന്നത് നോക്കിയിരിക്കുകയാണ്. രാഹുൽ വിഷയം ഉന്നയിച്ച് CPMും BJPയും കോൺഗ്രസിനെ കടന്നാക്രമിക്കും. BJP ആകട്ടെ ദേശീയതലത്തിൽ പോലും രാഹുൽ മാങ്കൂട്ടം വിഷയം പ്രചാരണായുധമാക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയും രാഹുൽ മാങ്കൂട്ടവും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ സഹിതം പ്രചരിപ്പിച്ച് അവർ ദേശീയതലത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരായ ആക്രമണം നടത്തുകയാണ്. പാലക്കാട്ട് ഏറെ പ്രതീക്ഷയുള്ള BJP അതുകൊണ്ട് തന്നെ ഉപതെരഞ്ഞെടുപ്പിന് ഏത് വിധേനയും കച്ചകെട്ടിയിറങ്ങും. കേരളത്തിൽ അധികാരത്തിലേക്ക് UDF ഒരു തിരിച്ചുവരവിന്റെ പാതയിൽ നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഒരു തിരിച്ചടി നേരിടുന്ന തരത്തിലുള്ള റിസ്ക് എടുക്കേണ്ടതില്ല എന്നാണ് പാർട്ടി കണക്കുകൂട്ടിയത്. അങ്ങനെ ഒരു പരീക്ഷണം കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ് താനും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 1 വർഷം പോലും തികച്ചില്ല.
ഈ സമയത്ത് ഒരു പരീക്ഷണം നടത്തുന്നത് അടുത്ത നിയമസഭയിൽ ഭരണം കൈയാളുമെന്ന് പ്രതീക്ഷ പുലർത്തുന്ന കോൺഗ്രസിന് തലവേദനയാണ്. വിജയിച്ചാൽ അത് പ്രത്യേക ഊർജമാകുമെങ്കിലും തോറ്റാൽ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ചെറുതാകില്ല. ഭരണവിരുദ്ധ വികാരം എന്ന കോൺഗ്രസിന്റെ തന്നെ നരേറ്റീവിന് അത് തിരിച്ചടിയാകും. തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ അവിടെയും തിരിച്ചടിയുണ്ടാകാൻ അത് കാരണമാകുമോ എന്ന ആശങ്ക കോൺഗ്രസിനുണ്ട്. അങ്ങനെ നിലവിലെ ഒരു തിരിച്ചുവരവ് ട്രെൻഡിന്റെ പ്രതീക്ഷ മങ്ങിപ്പോകാതിരിക്കാനാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും രാജി എന്ന ആവശ്യം ഉയർന്നിട്ടും അതിന് മുതിരാതെ സസ്പെൻഷൻ എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയത്. പാർട്ടി നേതൃത്വത്തിന്റെ ഈ വിശാല കാഴ്ചപ്പാടുമായി രാജി ആവശ്യം ഉന്നയിച്ച വനിതാ നിര അടക്കമുള്ളവർ വഴങ്ങുമെന്നാണ് പാർട്ടി നേതൃത്വം കണക്കുകൂട്ടുന്നത്. ലൈംഗികാരോപണ കേസുകളിൽ വലിയൊരു സന്ദേശം കൂടി കോൺഗ്രസ് ഇതിലൂടെ നൽകിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ CPM സ്വീകരിച്ച മുൻ നിലപാടുകൾക്ക് ഘടകവിരുദ്ധമാണ് കോൺഗ്രസിന്റെ നിലപാട്. ഒരു യുവതി ആരോപണവുമായി ഒരു വിഷയം ഉന്നയിക്കുകയും അതിന്റെ തെളിവായി ശബ്ദ സന്ദേശം പുറത്തുവരികയും ചെയ്ത സമയം തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തെറിപ്പിച്ചു. പിന്നാലെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. കാലാകാലങ്ങളായി CPM സ്വന്തം പാർട്ടിക്കാർക്കും ഘടകകക്ഷി നേതാക്കൾക്കുമെതിരെ വന്ന ലൈംഗികാരോപണങ്ങളോട് എങ്ങനെയായിരുന്നു പ്രതികരിച്ചിരുന്നത് എന്നും നടപടി എടുത്തിരുന്നത് എന്നുള്ളതും ഇവിടെ ചിന്താ വിഷയങ്ങളാണ്. അവയെല്ലാം പല രീതിയിൽ സാങ്കേതികത്വം പറഞ്ഞ് വഴിതിരിച്ചു വിടുകയും തമസ്കരിക്കുകയുമാണ് CPM ചെയ്തത്. ഈ ആരോപണ വിധേയരെല്ലാം ഇപ്പോഴും MLAയോ പാർട്ടി ഭാരവാഹികളോ മറ്റ് സ്ഥാനമാനങ്ങളിലോ തുടരുന്നു. ചിലർ നാണം കെട്ട് പടിയിറങ്ങേണ്ടി വന്നു. CPM MLA ആയ ചലച്ചിത്ര നടൻ M. മുകേഷ്. ചലച്ചിത്ര നടിയുടെ പരാതി ഉണ്ടായിട്ടും CPM ഇതുവരെ മുകേഷിന്റെ രാജി ചോദിക്കുകയോ രാജി വേണമെന്ന് നിലപാടെടുക്കുകയോ ചെയ്തിട്ടില്ല. പകരം ധാർമ്മികതയുടെ പേര് പറഞ്ഞ് രാജിവെച്ചാൽ നിരപരാധിയാണെന്ന് തെളിയുമ്പോൾ അതേ ധാർമ്മികതയുടെ പേരിൽ സ്ഥാനം തിരിച്ചു കിട്ടുമോ എന്ന ചോദ്യമാണ് ചോദിച്ചത്. പിണറായി സർക്കാരിന്റെ 2 ടൈമിലെ മന്ത്രിയായിരുന്ന AK ശശീന്ദ്രനെതിരെ രാഹുലിന്റേതിന് സമാനമായ വോയിസ് ക്ലിപ്പാണ് അന്ന് പുറത്തു വന്നത്. അന്ന് രാജിവെപ്പിച്ചെങ്കിലും പിണറായി സർക്കാരിന് 2ാം ഊഴം വന്നപ്പോൾ വീണ്ടും ശശീന്ദ്രൻ മന്ത്രിയായി. കടകംപള്ളി സുരേന്ദ്രൻ, സ്വപ്ന സുരേഷ് പേരെടുത്ത് പരാതി പറഞ്ഞിട്ടും അന്ന് രാജിവെച്ചില്ല. P. ശശിയും P. ശ്രീരാമകൃഷ്ണനും ഇന്നും പാർട്ടിയിലും പാർട്ടി സ്ഥാനത്തും പാർട്ടിക്കകത്തും സജീവമാണ്. ഇവിടെയാണ് കോൺഗ്രസ് നൽകിയത് ഒരു വലിയ സന്ദേശമായി മാറുന്നത്.